അതിൽ ഇപ്പോൾ കോട്ടയത്ത് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. പത്തനംതിട്ടയിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പ്രവർത്തകർ. തൃശ്ശൂരിലും പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ബാരിക്കേഡ് വെച്ച് പ്രതിഷേധ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചും അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത്. 4 ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ തത്സമയം കാണാം. ആദ്യത്തെ വിൻഡോയിൽ കാണുന്നത് പത്തനംതിട്ട, ഇടതുവശത്ത് മുകളിലായി നമ്മൾ കാണുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ മാർച്ചും പ്രതിഷേധവും കഴിഞ്ഞു. വാഴ നട്ടുള്ള പ്രതിഷേധമായിരുന്നു പത്തനംതിട്ടയിൽ കണ്ടത്. പുരയിടത്തിലൂടെ SP ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നമുക്ക് തൃശ്ശൂരിലേക്ക് ഒന്ന് പോകാം. ജെയ്സൺ, തൃശ്ശൂരിൽ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ്. പോലീസ് നടപടി ഉണ്ടാകുമോ? ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്ന ബാരിക്കേഡ് പരമാവധി പൊളിച്ചു നീക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തി. ഇതിനെ തുടർന്ന് പോലീസിന് നേരെ കൂടി ജലപീരങ്കി വന്നു എന്നതാണ് മറ്റൊരു കൗതുകരമായ കാര്യം. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗത്തിനിടയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് ഏതാണ്ട് പൂർണ്ണമായും തകർക്കുന്ന സ്ഥിതിയിലേക്ക് മറച്ചിട്ട് കഴിഞ്ഞു. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബാരിക്കേഡ് തകർത്ത് കഴിഞ്ഞു, പൂർണ്ണമായും തകർത്ത് കഴിഞ്ഞിരിക്കുന്നു ബാരിക്കേഡ്. സാധാരണ പോലീസ് ഇത്തരം അതിശക്തമായി കിട്ടുന്ന ബാരിക്കേഡാണ്. വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ എത്തി ബാരിക്കേഡ് തള്ളിമാറ്റുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. കയറൊക്കെ ഇട്ട് വലിയ രീതിയിൽ കെട്ടി വലിയ സന്നാഹം പോലീസ് ഒരുക്കിയിരുന്നു. പക്ഷേ ആ ബാരിക്കേഡൊക്കെ പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജലപീരങ്കി അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. അതിശക്തമായ രീതിയിൽ ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിക്കുക മാത്രമേ ഇനി മാർഗമുള്ളൂ. പക്ഷേ പ്രവർത്തകർ ജലപീരങ്കി ഉപയോഗിക്കുമ്പോഴും അവിടെ പിടിച്ച് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. മുദ്രാവാക്യം മുഴക്കി ജലപീരങ്കി തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ബാരിക്കേഡ് തകർന്നു പോയിരിക്കുന്നു. പ്രവർത്തകർ കാര്യമായിട്ടൊന്നുമില്ല. ഏകദേശം ഒരു 50-60 പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. അതിലും കൂടുതലൊന്നുമില്ല. പക്ഷേ പോലീസ് വലിയ സന്നാഹം ഒരുക്കിയിരുന്നു. പക്ഷേ അതൊക്കെയും തകർത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംഘടന പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുന്നത്. തുടർച്ചയായി ജലപീരങ്കി ഉപയോഗം നടക്കുകയുമാണ്. അല്പം കഴിയുമ്പോൾ ജലപീരങ്കിയിലെ വെള്ളം തീരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ജലപീരങ്കിൽ വെള്ളം കഴിയുന്നവരെ ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യ വിളികളും പ്രതിഷേധവുമായി തുടരാനാണ് സാധ്യത. സുജയ. ഓക്കെ ജെയ്സൺ, തൃശ്ശൂരിലെ വിവരങ്ങളാണ് പങ്കുവച്ചത്. ജലപീരങ്കി പ്രയോഗം എല്ലായിടത്തും നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കോട്ടയത്ത് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. കോട്ടയം, തൃശ്ശൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നിടങ്ങളിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത്. പ്രവർത്തകർ നിൽക്കുന്നതിനിപ്പുറത്ത് വഴിയിലാണ് ജലപീരങ്കി തറയ്ക്കുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ നിൽക്കുകയാണ്. പ്രവർത്തകർ മാറിപ്പോകാൻ തയ്യാറാകുന്നില്ല. പത്തനംതിട്ടയിൽ ഇപ്പോൾ പ്രതിഷേധിച്ച ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്യാതെ ബാക്കിയുള്ള പ്രവർത്തകർ എത്തുകയാണ്. കോട്ടയത്തും പ്രതിഷേധം നടക്കുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചും അല്പസമയം നടക്കും. കോട്ടയത്ത് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസും പ്രവർത്തകരും മുഖാമുഖം. നേർക്കുനേർ നിന്നുള്ള വെല്ലുവിളിയിലേക്ക് പോവുകയാണ് യൂത്ത് കോൺഗ്രസ്. പ്രവീണ നമുക്കൊപ്പം. പ്രവീണ, ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ നിൽക്കുകയാണോ? എന്ന് തന്നെ പറയാം. 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം പ്രവർത്തകർ കുറച്ചു നേരം റോഡിൽ കുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമവുമായി എത്തിയിരിക്കുന്നത്. എണ്ണത്തിൽ കുറവാണെങ്കിലും ശൗര്യത്തിൽ കുറവില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അതിന്റെ ഫോഴ്സ് കൂടുതലായതുകൊണ്ട് അതിത്ര ദൂരത്തിലേക്ക് പോകുന്നു. ഇവർ ബാരിക്കേഡിന് തൊട്ടടുത്ത് നിൽക്കുന്നതിനാൽ വലിയ തോതിൽ അവരുടെ പുറത്തേക്ക് അടിക്കാനും ആകുന്നില്ല.
അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും അല്പസമയമെങ്കിലും സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് തുടങ്ങും വരെ മറ്റ് ജില്ലകളിൽ എന്തായാലും ശൗര്യം വിടാതെ വീര്യം കുറയാതെ ഈ മാർച്ചുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് തോന്നുന്നു. എന്തായാലും ഉള്ളവരെല്ലാം കൂടി ആ ബാരിക്കേഡ് മറിച്ചിട്ട് ഒരു പ്രകടനം അത് നല്ല രീതിയിലൊരു പ്രകടനം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് യൂത്ത് കോൺഗ്രസുകാർ എന്തായാലും ഈ ജലപീരങ്കിയിലൊന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചുള്ളത് തീരും വരെ എന്നുള്ള ലെവലാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ബാരിക്കേഡ് മറിച്ചിട്ട് അതിനുശേഷം പോലീസുമായി നേർക്കുനേർ ഒരു പ്രകോപനത്തിനാണ് തയ്യാറെടുക്കുന്നത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വളരെ കുറച്ചു പേർ, ഒരു 30 താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ശൗര്യം കുറയാതെ തന്നെ അവർ ഈ മാർച്ച് നടത്തുന്നുണ്ട്. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ബാരിക്കേഡുകൾ മറിച്ചിട്ട് പ്രവർത്തിക്കുന്ന പ്രതിഷേധമാണ് എല്ലായിടങ്ങളിലും നമ്മൾ കാണുന്നത്. 4 ജില്ലകളിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നു. തൃശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം എന്നിവിടങ്ങളിലാണ് പ്രതിഷേധം. തിരുവനന്തപുരത്താണ് ഈ മാർച്ച് തുടങ്ങാനുള്ളത്. തിരുവനന്തപുരത്ത് പോലീസ് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. താഴെ വലതുഭാഗത്തായി പ്രേക്ഷകർ കാണുന്ന തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളാണ്. പത്തനംതിട്ടയിൽ മാർച്ച് കഴിഞ്ഞു. മാർച്ചിന് ശേഷമുള്ള കസ്റ്റഡിയിൽ പ്രതിഷേധം നടക്കുന്നു. ഒപ്പം കോട്ടയത്തും തൃശ്ശൂരിലും മുദ്രാവാക്യം വിളിച്ചുള്ള പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങും. പ്രവർത്തകരും പോലീസും തയ്യാറെടുത്ത് നിൽക്കുകയാണ് തിരുവനന്തപുരത്ത്.